നമസ്കാരം. ഞാൻ വളരെ അടുത്തായിട്ടാണ് ഈ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റുകളും ഓരോ വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിയത്. അപ്പം എൻ്റെ ഈ കുറച്ച് നാളുകളായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നും ഞാൻ പഠിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ, നമ്മളൊക്കെ പറയാറുണ്ട്, പ്രായം കൂടുന്തോറും നമ്മൾക്ക് ജീവിതത്തിൽ അനുഭവങ്ങൾ വരും, എക്സ്പീരിയൻസ് വരും. അതിനനുസരിച്ച് ജീവിതത്തോട് കൂടുതൽ റെസ്പോൺസിബിൾ ആവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അങ്ങനെയാണ് പൊതുവെയുള്ളൊരു ധാരണ. പക്ഷേ എന്തുകൊണ്ടോ ഫേസ്ബുക്കിനകത്ത് ഞാൻ പലതരത്തിൽ വീഡിയോസും പോസ്റ്റുകളൊക്കെ ചെയ്യുമ്പം നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാർ ആരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായം കൂടിയ ഈ പറഞ്ഞ സോ കോൾഡ് അമ്മാവന്മാരാണ് കേട്ടോ. അമ്മാവന്മാരെന്ന പ്രായമുള്ള ആൾക്കാർ മാത്രം ഞാൻ പറയില്ല. ഫിസിക്കലി പ്രായമുള്ള ആൾക്കാർ 40, 50, 60 വയസ്സുള്ള ആൾക്കാരെ നമ്മൾ അമ്മാവെന്ന് വിളിക്കാം. പിന്നെ 20 വയസ്സായാലും 50 വയസ്സിൻ്റെ ഒരു വൃത്തികേട് കാണിക്കുന്ന അല്ലെങ്കിൽ സദാചാരം കാണിക്കുന്ന ചില അമ്മാവന്മാരുണ്ട്. പ്രായം നോക്കുകയാണെങ്കിൽ അവർ പ്രായത്തിൽ വളരെ ചെറുതാണ്, 20, 25 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഭയങ്കരമായിട്ട് അവർ അമ്മാവൻ കളി കളിക്കും. അങ്ങനെയുള്ള ആളുകൾ നമുക്ക് അമ്മാവൻ എന്ന് തന്നെ വിളിക്കാം. പക്ഷേ ഫേസ്ബുക്ക് നോക്കുകയാണെങ്കിൽ കൂടുതലും ശരിക്കും പ്രായമുള്ള ആൾക്കാർ, 60, 65 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ, ചിലപ്പം എൻ്റെ അച്ഛൻ്റെ ഒക്കെ പ്രായമുള്ള ആൾക്കാർ, 74 വയസ്സാണ് എൻ്റെ ഫാദറിന്. അത്രയും പ്രായമുള്ള ആൾക്കാർ വരെ വൃത്തികേടുകളിങ്ങനെ എഴുതി പിടിപ്പിക്കുക. ഞാൻ വിചാരിക്കുക, അപ്പം എന്താ പറയുക, ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാണ് ജീവിതത്തിൽ അവർക്ക് കിട്ടാത്ത കാര്യങ്ങൾ, അവർ ചെയ്യാത്ത കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യുമ്പം ഉണ്ടാകുന്ന പ്രത്യേകതരം ക്രിമികടിയുടെ ഒരു ആകെത്തുകയാണോ ഇത്തരം ക്രിമികടികളായിട്ട്, നെഗറ്റീവ് കമൻറ്റുകളായിട്ട് അവർ എഴുതി പിടിപ്പിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പ്രത്യേകിച്ചിട്ട് ഈ ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിൽ ഓരോ തവണയും ഞാൻ വരുമ്പോഴും അവർക്ക് പൂർണ്ണമായിട്ടും എന്നെക്കുറിച്ച് ചിലപ്പോൾ അറിയായിരിക്കും, ചിലപ്പോൾ അറിയില്ലായിരിക്കും. പക്ഷേ ഒരു വ്യക്തി ആദ്യമായിട്ട് കാണുന്ന സമയത്ത് എന്തിനാണ് ഈ അമ്മാവന്മാർ അവരുടെ കാലിൻ്റെ ഇടകളിലേക്ക് ഇങ്ങനെ നോക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്തിനാണ്? ഒരിക്കലും ഇല്ല അല്ലേ. നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് അയാളെ യാതൊരു പരിചയമില്ല, നിങ്ങൾ കാലിൻ്റെ ഇടയിലേക്കാണ് നോക്കുക? അല്ലല്ലോ. പരിചയമില്ലാത്ത ആൾക്കാർ നമ്മൾ വെറുതെ വിടുക. നിങ്ങൾ സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് അവസരം വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അയാൾ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അയാളത് ചോദിക്കും. അല്ലാത്ത പക്ഷം ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അത്തരം നോക്കലുകളും തീണ്ടലുകളുമൊക്കെ. ഇത് പറയാനുള്ള കാരണം പലപ്പോഴും ഒരു അറപ്പമില്ലാതെ ഇത്തരം കമൻറ്റുകൾ ഇടുന്ന അമ്മമാരാണ് കൂടുതൽ കാണാറുള്ളത്. ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിൽ അത്തരം ആളുകളുടെ പ്രവാഹം വളരെ കുറഞ്ഞത് തന്നെയാണ്. അതേസമയം ഫേസ്ബുക്കിലാണ് ഇവരുടെ ഒരു കൂട്ടായ്മ തന്നെയുണ്ട്. ആദ്യം ഒരമ്മാവൻ വന്ന് ഇത്തരം കമൻ്റ് ഇടും, അതിനുശേഷം ആ അമ്മാവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേറൊരു അമ്മാവൻ അല്ലെങ്കിൽ ഒരു അമ്മായിമാരുണ്ട് കേട്ടോ. ജീവിതത്തിൽ ഒരു അച്ചീവ്മെൻറ്റും ചെയ്യാത്ത അമ്മാവന്മാർ അവർക്കിങ്ങനെ ഒരു ഫ്രസ്ട്രേഷനാണ്. ബാക്കിയുള്ള ആളുകൾ കുറച്ച് നന്നായി നടന്നാൽ, ബാക്കിയുള്ള ആളുകൾക്ക് കുറച്ചൊരു അച്ചീവ്മെൻറ്റ്സ് കൂടിയാൽ, അവർ കുറച്ചൊന്ന് അണിഞ്ഞൊരുങ്ങിയാൽ ഒക്കെ ഇവർക്കൊരു ഫ്രസ്ട്രേറ്റഡ് കമൻസ് വരും. കാരണം അവർക്കത് പറ്റുന്നില്ലല്ലോ. ഞങ്ങൾക്ക് പറ്റാത്തത് വേറൊരാൾക്ക് വേണ്ട എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നും ഉരുത്തിരിയുന്നതാണ് ഇത്തരം വൃത്തികേടുകൾ. ഇവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ അവരുടെ തലയിലേക്ക് അത് കയറില്ല. കാരണം എന്താ, തലയിൽ ആൾത്താമസമില്ല നമ്മൾ പറയില്ലേ, ആ ഒരു സംഭവമാണ്. അവർക്ക് ഒരുപാട് കുറവുകളുണ്ടാവും. കഷണ്ടി തലയന്മാർ, പിത്തം പിടിച്ച ആളുകൾ, ഒരു പ്രാവശ്യം പോലും ഒന്ന് വർക്കൗട്ട് ചെയ്യാനോ ഒന്ന് ഓടാനോ ചാടാനോ ഒന്നും ആഗ്രഹമില്ലാതെ ഇങ്ങനെ തിന്നുക അപ്പിടുക, ഉറങ്ങുക, നെഗറ്റീവ് അടിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന ഹോബികൾ. ഞാൻ ഇത്രയും പറയുമ്പം നിങ്ങൾക്ക് ഇതിനിടയിൽ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഇവർ പിന്നെയും ഒരു
നാണവും മാനവും ഇല്ലാതെ നെഗറ്റിവിറ്റികളിങ്ങനെ എഴുതി വിടും. ഇവരെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാൻ പോയിട്ട് യാതൊരു പ്രയോജനമില്ല. നമ്മൾ പണ്ടുള്ള ആൾക്കാർ പറയില്ലേ, പോത്തിനോട് ഓതിയിട്ട് വല്ല കാര്യമുണ്ടോയെന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെ അവസ്ഥ. അവർ നന്നാവാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അവർക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ഇങ്ങനെ നെഗറ്റിവിറ്റികൾ എഴുതി തള്ളുമ്പോഴേ എന്തോ ഒരു ഹരം കിട്ടുന്ന പോലെയൊക്കെയാണ്. പക്ഷേ ഇവന്മാർക്ക് അറിയില്ലല്ലോ ഇവരുടെ കമൻറ്റുകളും ഇവരുടെ വൃത്തികേടുകളൊക്കെ ഒരുപാട് ജനങ്ങൾ കാണുന്നുണ്ട്, അങ്ങനെ ഇവരെ വിലയിരുത്തുന്നുണ്ടെന്നൊക്കെ ഇവർക്കറിയില്ല. നിങ്ങൾ ഒരിക്കലും ഇതുപോലെയുള്ള അമ്മായിമാരോ അമ്മാവന്മാരോ ആകാതെ ജീവിതത്തിൽ നന്നായിട്ട് അധ്വാനിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യടോ ജീവിതത്തിൽ. ബാക്കിയുള്ള ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി വല്ലതും നിങ്ങൾക്ക് ചെയ്തൂടെ? ഉദാഹരണത്തിന് ഒന്ന് വർക്കൗട്ട് ചെയ്യുക, ഒന്ന് ഓടുക, ഒന്ന് ചാടുക. ആ പിത്തവും കഫവും ഒക്കെ കുറേയൊക്കെ നിങ്ങൾക്ക് കുറയും. മറ്റുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ തുറച്ച് നോക്കുന്നതിന് പകരം സ്വന്തം കുറവുകൾ കണ്ണാടിയിൽ നോക്കിയിട്ട് എന്തൊക്കെയാണ് കുഴപ്പം, പിത്തമുണ്ടെങ്കിൽ ആ പിത്തം മാറ്റാനുള്ള വർക്കൗട്ടുകൾ ചെയ്യുക. വയറ് ചാടിയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം അതിനനുസരിച്ച് ക്രമീകരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ കിടക്കുന്ന ഈ സമയത്ത് ബാക്കിയുള്ള ജനങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തുറച്ച് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ബാക്കിയുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് കടക്കാൻ അവസരം വരും. എപ്പോഴാണെന്നറിയോ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ, പണ്ട് പ്രളയം 2018 പ്രളയമൊക്കെ വന്ന സമയത്ത് നമ്മൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ആ സമയത്തൊക്കെ നിങ്ങൾ അകമഴിഞ്ഞ് സഹായിച്ചോളും. അല്ലാത്ത പക്ഷം മര്യാദക്ക് നിങ്ങൾ ജീവിക്കാൻ ഒരിക്കലും വേറൊരാളെ സമ്മതിക്കാതിരിക്കരുത് കേട്ടോ. എല്ലാ ആൾക്കാരും ജീവിക്കട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന അതേപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാർ ജീവിക്കണം എന്നുള്ള വാശിയത്തിനാണ്. ഓരോ ആളുകളും ഓരോ തരത്തിലാണ്. അവരെ അവരുടെ പാട്ടിന് മാത്രം വിടുക. ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ തലമണ്ടലേക്ക് കയറില്ല. അങ്ങനെ ആയിപ്പോയി നിങ്ങളുടെ ചിന്താഗതി. പക്ഷേ നമ്മുടെ ഇപ്പം ഈ ജെൻസിലൊക്കെയുള്ള പിള്ളേരൊക്കെ എന്ത് നല്ല പിള്ളേരാണ്. അവരങ്ങ് അടിച്ച് പൊളിച്ച് ജീവിക്കുകയാണല്ലേ. കാരണം ഈ അടുത്ത കാലത്തൊരു തട്ടമിട്ട താത്ത വന്നിട്ട് പറയുകയാണ്, ഹിജാബ് ഇട്ടിട്ട് ഡാൻസ് കളിക്കരുതെന്ന് പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ കിടക്കുന്നു. നമ്മുടെ കേരളത്തിലെ താത്തമാരൊക്കെ കൂടിയിട്ട് തട്ടമിട്ടങ്ങ് അടിച്ച് പൊളിക്കുകയാണെന്ന് പറഞ്ഞ പോലെ ദേ ഡോണ്ട് ഈവൻ കെയർ. കാരണം അവർക്ക് അവരുടെ വിശ്വാസങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം. ഈ താത്തനെ പോലെയുള്ള കൂതറകളല്ല. കേരളത്തിൻ്റെ ദേശീയമായിട്ടുള്ള ഒരു ഉത്സവമാണ് ഓണം എന്ന് വ്യക്തമായിട്ട് അറിയുന്ന ആളുകളാണ് ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏത് മതമില്ലാത്ത ആളുകളുമൊക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ ഈ താത്തയുടെയൊക്കെ വേറെ രൂപമാണ് ഈ അമ്മായിമാരും അമ്മാവന്മാരും. ഞാൻ പറഞ്ഞു ഇവിടേക്ക് എത്തി. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നിങ്ങൾ ഹാപ്പി ആയിട്ട് മാത്രം ഇരിക്കുക കേട്ടോ. ശരി, ബൈ.